സക്സസ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫെയർ ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ GDP വളർച്ച എത്രയാണെന്ന് RBI കണക്കാക്കുന്നു. 6.5%. CAPF-ലെയും ആസാം റൈഫിൾസിലെയും വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഓണററി റാങ്കുകൾ അടുത്തിടെ അംഗീകരിച്ച മന്ത്രാലയം ഏത്? ആഭ്യന്തര മന്ത്രാലയം. ഗോവ അതിൻ്റെ 39ാമത് സംസ്ഥാന രൂപീകരണ ദിനം ആഘോഷിച്ചതെന്ന്? മെയ് 30. 2025 അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനത്തിൻ്റെ പ്രമേയം എന്ത്? ചരിത്രം രൂപപ്പെടുത്തൽ, ഭാവിയെ പോഷിപ്പിക്കൽ. മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡ്, ആർമേർഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡ്, ഇന്ത്യ ഓപ്റ്റൽ ലിമിറ്റഡ് എന്നിവയ്ക്ക് പ്രതിരോധ മന്ത്രാലയം അടുത്തിടെ നൽകിയ പദവി എന്ത്? മിനിരത്ന കാറ്റഗറി 1. ഡൽഹിയിൽ ക്വാണ്ടം ടെക്നോളജി റിസർച്ച് സെന്റർ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത സംഘടന ഏത്? DRDO. അടുത്തിടെ ഏത് മന്ത്രാലയമാണ് നോ യുവർ ഡിജിപിൻ, നോ യുവർ പിൻ കോഡ് എന്നീ പ്ലാറ്റ്ഫോമുകൾ ആരംഭിച്ചത്? ആശയവിനിമയ മന്ത്രാലയം. സൗരോർജ്ജത്തിൽ നിന്ന് മുഴുവൻ വൈദ്യുതി ആവശ്യകതയും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? ദിയു. 2025 മെയ്യിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ 50ാം വാർഷികത്തിൻ്റെ സ്മരണയ്ക്കായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രത്യേക നാണയവും തപാൽ സ്റ്റാമ്പും പുറത്തിറക്കിയത്? സിക്കിം. 2025 സിംഗപ്പൂരിൽ നടക്കുന്ന 22ാമത് ഷാങ്ക്രി-ല ഡയലോഗിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആര്? അനിൽ ചൗഹാൻ. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.